പോലീസ് ഭാഗത്ത് ഉണ്ടായിരുന്ന പ്രവർത്തകരെ, അതായത് ഗ്രില്ല് തകർക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ മാത്രം അവരെ അവിടെ നിന്ന് നീക്കുകയാണ്. അതല്ലാതെ മറ്റു പോലീസ് സാക്ഷൻ ഈ ഘട്ടത്തിലും ഉണ്ടാകുന്നില്ല. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് അവിടെ. അലക്സ്, വലിയ മുദ്രാവാക്യം വിളികൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിനിടയിൽ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്നതും കണ്ടിരുന്നു ബലമായി. എന്താണ് അകത്തും പുറത്തുമൊക്കെ ഇപ്പോഴുള്ളത്? അവിടെ വലിയ ഉന്തും തള്ളും പോലീസുമായി നടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കൂടുതൽ പോലീസൊക്കെ അകത്തേക്ക് എത്തിയല്ലോ. മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുമോ, അതോ ഈ SFIയുടെ നേതാക്കളൊക്കെ ഇടപെട്ട് ഈ SFI പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുമോ? എന്താണ് നടക്കുക അലക്സ് അവിടെ? വിജയകുമാർ, അതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്ന് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. കാരണം ഈ സമരം പോലീസിന്റെ കയ്യിൽ നിന്ന് അപ്പാടെ പോയിരിക്കുന്നു. ഈ സമരത്തെ നോക്കി നിന്ന് സംയമനം പാലിച്ച പോലീസുകാർ അവരുടെ സംയമനം തുടർന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച്, പ്രധാനപ്പെട്ട കവാടം ഭേദിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് കയറിയത്. അതവർ കിളിവാതിലുകൾ വഴി വരെ അകത്തേക്ക് കയറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട കവാടം വലിച്ചു തുറന്ന് അവർ അകത്തേക്ക് കയറി ഈ വൈസ് ചാൻസലറുടെ ക്യാബിന് തൊട്ടടുത്തേക്ക് വരെ എത്തി. മുദ്രാവാക്യം ഉയർത്തി അവിടെ വീണ്ടും ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് അലക്സ്. അത് കുറച്ച് പ്രവർത്തകർ വീണ്ടും ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. വീണ്ടും ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നുണ്ട്. അവിടെ ഒരു നേർക്കുനേർ, ഒരു മുഖാമുഖം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നുണ്ട്. പോലീസിനും എനിക്ക് തോന്നുന്നു ആ ഒരു സംഘർഷാവസ്ഥയ്ക്കിടയിൽ പോലീസുകാർക്കും അതിൽ പരിക്കൊക്കെ ഏൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടക്കുന്നത്. പ്രവർത്തകരെ ബലമായി പോലീസ് താഴേക്ക് ഇറക്കുകയാണ്. പ്രവർത്തകർ പക്ഷേ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല, തിരികെ കയറാൻ ശ്രമിക്കുന്നു. പോലീസുമായി ഒരു ഉന്തും തള്ളും. അതിനിടയിൽ ഈ പ്രവർത്തകരിൽ SFI പ്രവർത്തകർ തന്നെ അവിടെ എത്തി ഈ വിദ്യാർത്ഥികളെ അവിടെ ഒന്ന് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് സ്വാഭാവിക പോലീസ് നടപടിയിലേക്ക് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നു. അലക്സ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് പോലീസിനെ സംബന്ധിച്ച് അവരുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് കാര്യങ്ങൾ ഇതിനോടകം പോയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എല്ലാ വഴികളിലൂടെയും പ്രവർത്തകർ അകത്തേക്ക് കയറിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കൈവിട്ട അവസ്ഥയാണ്. പോലീസിന് എന്തെങ്കിലുമൊക്കെ അവിടെ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. സലീം മാലിക് ഈ ഭാഗത്തുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. സലീമ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏതാണ്ട് ഒരു മുഖാമുഖം നിൽക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഇത് തിരികെ ഇറങ്ങുകയാണോ, കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് കയറുകയാണോ? വിജയകുമാർ, കഴിഞ്ഞ 1.5 മണിക്കൂറിലധികമായി കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പോലീസ് ഇപ്പോൾ അല്പം ബലം പ്രയോഗിക്കുകയാണ്. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അതിന് വലിയ ബലം പോലീസ് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല. നേർക്കുനേർ പോലീസും പ്രവർത്തകരും തമ്മിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, പോലീസിനും ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നും താഴേക്ക് കൊണ്ടുപോകുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. കാരണം നിലയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും സ്റ്റെപ്പ് കടന്നു വേണം താഴേക്ക് പ്രവർത്തകരെ എത്തിക്കാനും. അതുകൊണ്ട് വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ബലപ്രയോഗത്തിനിടയിൽ ഉണ്ടാകുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോവുകയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റി ശ്രമം നടത്തുന്നത്. പക്ഷേ അറസ്റ്റിന് ഏതെങ്കിലും നിലയിൽ പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ശക്തി സംഭരിച്ചുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സമരം അത് ഈ ഘട്ടത്തിലും അതിന്റെ സംഘർഷ സാധ്യത ഒഴിഞ്ഞിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്ന. ആ നിലയിൽ വലിയ സംഘർഷം ഇവിടെ ഇപ്പോഴും ആ നിലയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഈ സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്ന ഈ വൈസ് ചാൻസലറുടെ ചേംബറിന് അടുത്തേക്കുള്ള ഗ്രില്ലിന് തൊട്ടിപ്പുറത്തെ സ്ഥലം, അത് അങ്ങനെ എളുപ്പത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ, അത് ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കാതെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുന്ന നിലയിലുള്ളതല്ല. മാത്രമല്ല, ഈ 2 നിലയുടെയും 2 ഭാഗങ്ങളിലും മുഴുവൻ സ്റ്റെപ്പുകളിലുമായി SFI പ്രവർത്തകർ നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ അളവിൽ SFI പ്രവർത്തകരെ ഇവിടേക്ക് പ്രതിഷേധത്തിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊത്ത് SFI പ്രവർത്തകരുടെ എണ്ണത്തിനനുസരിച്ച് പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് കുറച്ച് എണ്ണത്തിലധികം പോലീസിനെ ഇവിടേക്ക് കുറച്ച് സമയത്തിന് ശേഷം അല്പസമയം മുൻപ് എത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. വലിയ ബലപ്രയോഗം ഇവിടെ നടന്നു. അതിൽ നിന്ന് 2-3 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തുകയും അവരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നത് കാഴ്ച നമ്മൾ കണ്ടതാണ്.
പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടാവുന്ന ഒരു സ്ഥിതി നിലവിലില്ല. കാരണം ഈ പ്രവർത്തകർ അവിടെ നിന്ന് ബാക്കിയുള്ള പ്രവർത്തകർ അവരെ മോചിപ്പിക്കുന്ന നിലയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ SFI പ്രവർത്തകർ നിർദ്ദേശം നൽകുന്നത് പുറത്തേക്ക് പോകുകയല്ല, മുകളിലേക്ക് കയറാനുള്ള നിർദ്ദേശം SFIയുടെ നേതാക്കൾ വന്ന് ഇപ്പോൾ നൽകുന്നു. അങ്ങനെ വീണ്ടും ഈ VC-യുടെ ചേംബറിന് മുൻപിലേക്ക് SFI പ്രവർത്തകർ എത്തുകയാണ്. ഇടയ്ക്കൊന്ന് താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ഒരുപക്ഷെ സമരം അവസാനിച്ചേക്കാം എന്നുള്ളൊരു സൂചന നൽകിയെങ്കിൽ ഇപ്പോൾ നേതാക്കൾ എത്തിച്ച VC-യുടെ ചേംബറിനടുത്തേക്ക് വീണ്ടും ഈ പ്രവർത്തകരെ എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടുകൂടി സമരം എന്തായാലും വീണ്ടും കൂടുതൽ കരുത്താർജിക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി SFI പ്രവർത്തകർ ഈ VC-യുടെ ചേംബറിനടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും നിലയിൽ VC-ക്കെതിരെ മാത്രമല്ല, സർക്കാർ രാജ്ഭവൻ പോരിൽ രാജ്ഭവനെതിരെ, ഗവർണർക്കെതിരെ, ഗവർണറുടെ നോമിനിയായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർക്കെതിരെ. സലീമ ഒന്ന് ഇടപെട്ട ഒരു കാര്യം ചോദിക്കട്ടെ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഏതാനും മണിക്കൂറുകളായി ഏതാണ്ട് ഒരു യുദ്ധ സമാന സാഹചര്യമാണ് സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടോ? ഈ വിദ്യാർത്ഥികളുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച നടത്താൻ ചുമതലപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ? അപ്പോൾ ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ വിദ്യാർത്ഥികളുമായി സംസാരിക്കുക, ആ നിലയിൽ പ്രശ്നപരിഹാരത്തിന്റെ എന്തെങ്കിലും ഒരു സൂചന അവിടെ ഉണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുക എന്നതല്ലേ? അവരെത്തിയിട്ടുണ്ടോ അവിടെ? വിജയകുമാർ, നമ്മുടെ കണ്ണിൽ, അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും നിലയിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ കൺമുൻപിലില്ല. അതായത് ഏറ്റവും അധികം പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഈ സ്ഥലത്തില്ല. നിലവിൽ തന്നെ ഇവിടെ 3 സ്ഥലങ്ങളിലായാണ് പ്രതിഷേധം നടക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റിക്ക് പുറത്താണ്. അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്ന ആ സ്ഥലത്താണ്. അവിടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ, യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്താണ്. അതും കഴിഞ്ഞാണ് ഏറ്റവും അധികം പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന ഈ 2ാം നിലയിലെ ഈ സ്ഥലം, നമ്മളിപ്പോൾ തുടരുന്ന സ്ഥലത്ത്, ഈ സംഘർഷം തുടരുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ വലിയ നിലയിൽ പോലീസ് സന്നാഹമുണ്ട്. പക്ഷേ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ആ നിലയിൽ SFI പ്രവർത്തകരുമായോ നേതാക്കന്മാരുമായോ സംസാരിക്കാനുള്ള ഇടപെടൽ നടത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ കണ്ണിൽ എന്തായാലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സമരം ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ള കാര്യത്തിലും ഒരു നിശ്ചയക്കുറവുണ്ട്. നിലവിൽ തന്നെ ഈ തുടക്കത്തിൽ, ഈ സമരം തുടങ്ങിയ ആ ഘട്ടത്തിൽ പോലീസ് ഇവിടെ നിന്നും ഈ പ്രവർത്തകർ മതിൽ ചാടിയും ആ കിളിവാതിലൂടെയും ആ ജനൽ പൊളിച്ചുമൊക്കെ അകത്ത് കയറിയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത് 2 മണിക്കൂറിനടുത്തേക്ക് ഈ സമരം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് പോലീസ് കാര്യമായി ആ സമരത്തിൽ ഇടപെടാൻ, സമരത്തെ നേരിടാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം അങ്ങനെ ഒരു ബലപ്രയോഗത്തിലൂടെ മുഴുവൻ പ്രവർത്തകരെ ഇവിടെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര കണ്ട് പോസിബിൾ ആയ ഒരു കാര്യമല്ല. ഇപ്പോൾ വീണ്ടും പോലീസ് ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് ഇവിടെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്തത്. വിജയകുമാർ.